എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ ചെന്നിയുടെ ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണിനെ ലീ അവക്കാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെയാണെങ്കിൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് കറണ്ട് ആണെങ്കിൽ പോയത് അവിടെയുള്ള കസ്റ്റമേഴ്സ് ഒക്കെ പറയാൻ തുടങ്ങുക, എന്ത് കടയാന്ന് നോക്കണേ, ഇവിടെ ലൈറ്റ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുമ്പോഴത്തേക്കിന് ലീന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെ വരെ പറയാട്ടോ അവക്ക് ഭയങ്കര അഹങ്കാരമാണ്, കണ്ടില്ലേ എന്തോ റാണിനെ പോലെ ഈ ബ്യൂട്ടി പാർലർ നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കണ്ണുമ്പി വെച്ച് തന്നെ അവളെ കളിയാക്കുക കേട്ടോ. അപ്പൊ ഇവക്കാണെങ്കിൽ ഒരു അസിസ്റ്റന്റ് പെണ്ണ് ഉണ്ടാവും. ആ പെണ്ണ് വന്നിട്ട് പറയുക, നമ്മുടെ എഗ്രിമെന്റ് കഴിയാനായി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവന്മാരെ ഈ ലൈറ്റൊക്കെ ഓഫ് ആക്കുന്നത്, നമുക്കൊന്ന് പോയി സംസാരിച്ചാലോ നിൽക്കുമ്പോൾ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയി സംസാരിച്ചോളാം, എൻ്റെ ബോയ് ഫ്രണ്ട് ആരാന്ന് നിനക്കറിയില്ലേ, അതൊന്ന് പറഞ്ഞാൽ മതി, അവന്മാർ പേടിച്ച് ഓടിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരുടെ അടുത്ത് വന്നിട്ട് പറയാ, നിങ്ങൾക്ക് വാടക മാസം മാസം തരുന്നില്ലേ, പറയുന്ന റൂൾസ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല, പിന്നെ എന്താണ് ഞങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുത്തിയെന്ന് നോക്കുമ്പോഴത്തേക്കിനും നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞാൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് വേറെ രണ്ട് കടക്കാരാണെങ്കിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്, അവർക്ക് 2-3 ഷോപ്പും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിത്തരണം എന്ന് പറയുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ഞങ്ങളല്ലേ ഇവിടെ നിന്നത്, അതുകൊണ്ട് മാറി തരാനൊന്നും പറ്റില്ല, അതുപോലെ എൻ്റെ ബോയ് ഫ്രണ്ട് ആരാന്ന് നിങ്ങൾക്ക് അറിയാലോ, ആരാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്നാണ് ചോദിക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് ചെന്നൈ എന്നാണെങ്കിൽ പറഞ്ഞത്, അവിടെ ഉള്ളവന്മാർ വരെ ആണെങ്കിൽ പേടിക്കുന്നുണ്ട്, ഹീറോ ആണെങ്കിൽ നാട്ടിൽ തന്നെ റൗഡിയാന്ന് തോന്നുന്നു കേട്ടോ, കേട്ടതും പേടിയാവുമാർക്ക്. മിയോ ആണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആരോ ഫോൺ വിളിച്ചിട്ട്, എന്താ നീ ഉറങ്ങിപ്പോയോ, ഞാൻ തന്ന ജോലി നിനക്ക് ബുദ്ധിമുട്ടായോ നിൽക്കുമ്പോൾ, ഇല്ല സർ ഞാൻ ഓക്കെയാണ്, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, കാറിൽ പോവാന്ന് പറയുമ്പോഴത്തേക്കിന് ആ ഫോണിൽ സംസാരിക്കുന്ന അയാളും പറയാണ്, എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്, നീ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നിന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഇതും കൊണ്ട് കാരണം നീ ആ നാട്ടിലോട്ട് പോയി പണിയെടുക്കുന്നതെന്ന് എനിക്കറിയാം, പോരാഞ്ഞിട്ട് അതത്ര സേഫ് ഒന്നല്ല, ഞാൻ നിന്റെ ബോസ് എന്ന നിലയ്ക്ക് നിന്റെ കൂടെ വന്ന് വർക്ക് ചെയ്യണമെന്ന് എനിക്കുണ്ട് ആഗ്രഹം, അതുകൊണ്ട് അവിടേക്ക് വരാൻ നിൽക്കുക എന്നൊക്കെയാണെങ്കിൽ ആരോ സംസാരിക്കുന്നുണ്ട്. ലീ ആണെങ്കിൽ ഇപ്പോൾ പുതിയ ബ്യൂട്ടി പാർലർ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് തപ്പി നടക്കുമ്പോഴത്തേക്കിനും കൂടിയുള്ള അസിസ്റ്റന്റ് പെണ്ണും പറയാണ്, മാം എന്തിനാണ് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചൂടെ, എത്ര നാളായി കാണാൻ തന്നെ വന്നിട്ട് നോക്കുമ്പോഴത്തേക്കിന് അവരൊക്കെ ആണുങ്ങളല്ലേ, അവർക്ക് പല ജോലികളുണ്ടാവും, ഇന്ന് പെൺപിള്ളേരെ പുറകെ നടക്കണമെന്നല്ലോ, അവനായിട്ട് വേറെ കുറെ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയും. പിന്നില്ലേ ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ട്, കുറെ പേര് എന്നോട് പറഞ്ഞതാ ചെന്നിന്റെ കൂടി ഇപ്പൊ ഏത് പെണ്ണുണ്ടെന്നൊക്കെ പറയുന്നത് എന്നാണേ പറയുമ്പോഴത്തേക്കിന്, ഏത് പെണ്ണ്, ആ ഈ കണ്ട കാലങ്ങളെല്ലാം അവന്റെ പുറകെ കുറെ പെണ്ണുങ്ങൾ നടന്നിട്ടുണ്ട്, അവസാനം എന്തായി, അവൻ എന്നെ മാത്രമല്ലേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ട് ആരൊക്കെ പുറകെ നടന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, അവൻ എന്നെ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ എന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചവളാണെങ്കിൽ നേരെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചെന്നിന്റെ വീട്ടിൽ വന്നേക്കുക, അവിടെ ആരും ഉണ്ടാവില്ല, വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കിനും മീ അങ്ങോട്ട് കയറി വരും. അപ്പൊ നീ ആയിരുന്നല്ലേ അവള്, കയ്യിലൊക്കെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ടാണല്ലോ വന്നിരിക്കുന്നത്, ചേച്ചിക്ക് തരാനാണോ എന്നാണ് ചോദിക്കുമ്പോൾ അവള് വലിയ മൈൻഡ് ആക്കാതെ കഥ തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് ലീ പറഞ്ഞു കൊടുക്കാട്ടോ, എൻ്റെ പേര് ടൂലി എന്നാണ്, ഞാനാണ് ചെന്നൈയുടെ ഗേൾ ഫ്രണ്ട്, കുറെ നാളായിട്ട് കുറെ പെൺപിള്ളേർ ഇങ്ങനെ അവന്റെ പുറകെ നടപ്പുണ്ട്, ഒരു കാര്യമില്ല, നിന്നെ പോലെയുള്ള ചെറിയ പെൺപിള്ളേരൊന്നും നടന്നിട്ട് ഒരു കാര്യമില്ല, കാരണം അവൻ എന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ എന്നാണ് പറയുമ്പോഴത്തേക്കിന്, അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് അവള് കഥക് തുറന്ന് കയറി പോകുമ്പോഴത്തേക്കിന്, എന്ത് ഇവളുടെ കയ്യിൽ കീ വരെ ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഇവക്ക് ഭയങ്കര ടെൻഷനാവും. വീട്ടിലോട്ടൊരു ഗസ്റ്റ് വന്നതല്ലേ, അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കൊന്ന് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മിയോ നിൽക്കുമ്പോഴത്തേക്കിനും, നീയൊന്നും ഗസ്റ്റ് അല്ല, ഇത് എൻ്റെ ബോയ് ഫ്രണ്ടിന്റെ വീടാണ്, നിനക്ക് ഞാൻ എന്തിനു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ വീട് മൊത്തം നീ കൊളാക്കി വെച്ചേക്കുവാണല്ലോ, ചെന്നിന് അവന്റെ കിച്ചണിൽ വേറെ ആരും കയറുന്നൊന്നും ഇഷ്ടമില്ല, അത് നിനക്ക് അറിയുമെന്ന് നോക്കുമ്പോഴത്തേക്കിന്, അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കിന്, ഓ നിന്റെ ബാവൊക്കെ കഴിഞ്ഞിട്ട് ചെന്നിന് ഓൾറെഡി ഗേൾഫ്രണ്ട് ഉള്ള കാര്യം നിനക്ക് അറിയാമെന്ന് തോന്നുന്നു, ആ എനിക്കറിയാം, ആ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരവൊക്കെ, ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് എന്താണ് ഇത്രയും മോശപ്പെട്ടവരാണല്ലോ, ഒരു ഗേൾഫ്രണ്ട് ഉണ്ടായിട്ടും അവനെ തന്നെ വളയ്ക്കാൻ വേണ്ടി നടക്കുന്നത് നിനക്ക് നാണമില്ലെന്ന് വെക്കുമ്പോ അതിപ്പോ വലിയ കാര്യമാണോന്ന് അവളാണെങ്കിൽ ചിരിച്ചോണ്ട് ചോദിക്കുമ്പോഴത്തേക്കിനും, നിനക്ക് ഇത്രയും അഹങ്കാരോ, ചെന്നിങ്ങോട്ടേക്ക് വരട്ടെ അപ്പൊ കാണാം അവൻ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുന്നത്, അവന് ഞാനായിട്ട് പല വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാ എന്നാണ് പറയുമ്പോഴത്തേക്കിന്, അതിന് ചെന്നി 2-3 വർഷം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഏകദേശം 2-2.5 വർഷം മറ്റേ പരിചയം ഉണ്ടാവും, അപ്പൊ ഇതൊക്കെ നിനക്ക് അറിയാൻ നോക്കുമ്പോഴത്തേക്കിനും, ആ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി എനിക്ക് അവനെ പറ്റി അറിയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചോണ്ടിരിക്കുമ്പോഴേക്ക് ചെന്നി കയറി വരുന്നത്, രണ്ടിനും ഒരുമിച്ച് കണ്ടത് അവൻ ഷോക്കാവും കേട്ടോ. അപ്പൊ ഈ ലീ പെണ്ണാണെങ്കിൽ കുറെ നാൾ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അവളുടെ കുറച്ച് തിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഹീറോയിൻ അതൊക്കെ ആണെങ്കിൽ പാക്ക് ചെയ്തുകൊണ്ട് വരിക, ഞാനിവിടെ വരുമ്പോഴേ കുറച്ച് ഡ്രസ്സും നിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ എടുത്തു വെച്ച് നീ കൊണ്ടുപോയിക്കോ, അതുപോലെ തന്നെ നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഇവന്റെ അനീതിയാണ്, ഞങ്ങൾ ഒരു ഫാമിലിയാ എന്നാണെങ്കിൽ പറയുമ്പോഴായിരിക്കും ലീക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാകുന്നത്.
പക്ഷെ ചെന്നിനൊരു ഫാമിലി ഉള്ള കാര്യം അവൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നും പറഞ്ഞോണ്ട് അവള് നിൽക്കുന്നേ. എന്നിട്ട് ചെന്നാണെങ്കിൽ അവളെ പുറത്തിറക്കിയിട്ട് പറയും, നിന്നോട് ആരും ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞ ഫോൺ വിളിച്ചിട്ടൊക്കെ വന്നൂടെ നിൽക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ബ്യൂട്ടി പാർലറിൽ ചില പ്രശ്നം അതാ നിന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നേന്നറിയും. പിന്നെ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മൾ രണ്ടുപേരും കോൺട്രാക്റ്റിലാന്ന് നിനക്കെന്നെ അറിയാലോ. അവിടെ നമ്മൾ യഥാർത്ഥ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടായിട്ടൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്. നിനക്ക് നന്നായിട്ട് അറിഞ്ഞിട്ട് നീ എൻ്റെ ഗേൾഫ്രണ്ടിനെ പോലെ ഈ കൂടുതൽ അധികാരം എടുക്കുന്ന അങ്ങ് നിർത്തിക്കോ. പിന്നെ മിയോ, അവൾ എന്തേലും എന്നെപ്പറ്റി നിന്നോട് ചോദിക്കുവാണെങ്കിൽ ഒന്ന് പറയാൻ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേക്കെന്ന് പറയും. ചെന്നാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവളോട് സംസാരിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കിനും അവൾ തന്നെ അങ്ങോട്ട് വരും കേട്ടോ, എന്തൊക്കെയോ കഴിച്ചോണ്ട്. അത് പിന്നെ അവൾ വന്നിട്ട് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്കിനാ അവള് പറയുന്നതിലൊക്കെ കാര്യമില്ല. കാരണം അവളുടെ റൂമിലല്ലേ ഞാൻ താമസിക്കുന്നത്. അപ്പൊ അവൾക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. അത് അങ്ങനെ ഒന്നുമല്ല, അത് എപ്പോഴും നിന്റെ റൂം തന്നെയാണ്, അത് അവളുടെ റൂമൊന്നുമല്ല. അവൾ ഒരു ദിവസം അവിടെ നിന്നേ ഉള്ളൂ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനാ അവളും പെട്ടെന്ന് ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ലേ, ആ സ്ഥിതിക്ക് അവളും നീ എന്തിനാ വേറെ വേറെ റൂമിൽ കടന്ന് എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിന് ഇത് നോക്കിക്കുമ്പോഴോ നീ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങൾക്കിടയിൽ ആ ബന്ധം എന്നാണെങ്കിൽ പറയുമ്പോൾ ഓ അങ്ങനെയാണോ എന്നും പറഞ്ഞിട്ട് അവൾ അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കാതെ പോകും. ചെന്നാണെങ്കിൽ എന്നിട്ട് അവൻ്റെ പുതിയ സ്നൂക്കർ ഗെയിം കളിക്കുന്ന ഇടയ്ക്ക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൻ്റെയൊക്കെ തിരക്കിലാണ്. മിയോ ആണെങ്കിൽ നേരെ ടെന്നീസ് കോർട്ടിലായിട്ടാണെങ്കിൽ വന്നേക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും കൂടെ കളിക്കാൻ വേണം മാം എന്നാണെങ്കിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കിന് അവളുടെ കൂടെ പണ്ട് പഠിച്ചൊരു പെങ്കൊച്ചിനെ അവിടെ വെച്ച് കാണും. മിയോ, നിന്നെ എത്ര വർഷമായി കണ്ടിട്ട്? 6 വർഷത്തോളായി. അന്ന് ലാസ്റ്റ് സ്കൂൾ ഡേൻ്റെ അന്നാണ് നമ്മൾ കണ്ട്. എന്താ സുഖമായിട്ടിരിക്കുന്ന, ആരെ കൂടെ കളിക്കാൻ വന്നേ നിൽക്കുമ്പോൾ ഒരാൾ വരാനുണ്ട് അതുവരെ കാത്തിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് എന്നാൽ ടൈം വേസ്റ്റ് ആക്കണ്ട, നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ പെങ്കൊച്ച് അവളെയും കൂട്ടി കൊണ്ടുപോകും. ഇവിടെ ക്ലബ്ബെല്ലാം വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനോ ഒരു റൂം തുറക്കാൻ പറ്റുന്നുണ്ടാവില്ല. കെന്നിനോടാണെങ്കിൽ അതിന്റെ ചാവി ചോദിക്കുമ്പോഴത്തേക്കിനോ അതെന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് വിട്ടുപോയി, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം, ആദ്യം അവളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ ആണെങ്കിൽ വിളിക്കും കേട്ടോ. ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ ഹീറോയും വന്ന ടെന്നീസ് കോർട്ടില്ലേ അവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. മിയോനെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മിയോ ഇതേപോലെ വേറൊരു പെൺകുട്ടിയുടെ കൂടെ കളിക്കുന്ന കാര്യമാണെങ്കിൽ കെന്നിനോട് പറഞ്ഞത് ഈ വിവരമാണെങ്കിൽ ചെന്നിനോട് പറയും. ചെന്നി ഇത് കേട്ടതാ, എന്നാ നീ ഇവിടെ നിൽക്കടാ, ഞാൻ പോയിട്ട് നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് ആ കീ മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവനും അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇവർ രണ്ടുപേരും കളിച്ചിട്ട് ഒരിടത്ത് ഇരിക്കുക കേട്ടോ. ഓ നീ ഇപ്പൊ വലിയ കമ്പനിയിലേക്കാന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നതെന്ന് ഹീറോയി ചോദിക്കുമ്പോഴത്തേക്കിനും ഞാൻ ആ ജിയാങ്ങിന്റെ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങേര് വലിയ സ്ഥാനത്തല്ലേ ഇപ്പോൾ ഉള്ളത്. ഈ സിറ്റിയുടെ പകുതി മുക്കാല് സ്വത്തുക്കളും അയാളുടെ കയ്യിലാണ് ഉള്ളത്. പോരാഞ്ഞിട്ട് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ വരുന്നതെന്ന് നോക്കൂല, എല്ലാവർക്കും ജോലിയും കൊടുക്കും എന്നൊക്കെയാണെങ്കിൽ പറയും. ഹീറോയി സത്യത്തിൽ ഈ പെങ്കൊച്ചിനോട് ഇങ്ങനെ മിണ്ടുന്നതിന്റെ കാര്യം ആ ജിയാങ്ങിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയായിരിക്കും കേട്ടോ. അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് അങ്ങോട്ട് കയറി വരുന്നതായിട്ട് ഇവനെ കണ്ടത് ഹീറോയിൻ എൻ്റെ കൂടെ കളിക്കാന്ന് പറഞ്ഞത് ഇതാന്ന് പറയുമ്പോഴത്തേക്കിനോ ഇത് നിന്റെ ബ്രദർ അല്ലേ, ഫാമിലി മീറ്റപ്പാന്ന്, ഞാൻ പോവാന്ന് പറഞ്ഞോണ്ട് ആ പെങ്കൊച്ചാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. ചെന്നിനെ കണ്ടത് എന്നാ വാ ഏതായാലും നീ ഇവിടെ വന്നതല്ലേ, വാ ഒരു കളി കളിക്കാന്ന് പറയുമ്പോഴത്തേക്കിനോ ഞാനിവിടെ കളിക്കാനൊന്നും വന്നതല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടി നമ്മുടെ കെന്നിന്റെ ഗേൾ ഫ്രണ്ടാണ്, ഒരു കീ മേടിക്കാൻ വേണ്ടി ഞാൻ വന്നതാ. ആണോ, ഏതായാലും ഇപ്പൊ നീ ഫ്രീ അല്ലേ, ഒരു ഗെയിം കളിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് കളിപ്പിക്കുക കേട്ടോ. അല്ല നിന്റെ കൂട്ടുകാരി പെൺകുട്ടിയല്ലായിരുന്നോ അവിടെ നീ സംസാരിച്ചോണ്ടിരുന്നേ, അവളോട് എന്തിനാ ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വന്ന ആളാന്ന് കള്ളം പറഞ്ഞേ എന്നാണ് ക്വസ്റ്റ്യൻ മേൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അവളൊന്നും മിണ്ടാതിരിക്കുക കേട്ടോ. എന്താ ജോലിയുടെ കാര്യം എന്തെങ്കിലും ആ പെൺകുച്ചിനോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ നീ നടക്കുന്നേ? അവൾ അതിന് മറുപടി പറയാതെ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അറിയാതെ വീണ് പോവാട്ടോ. കാലാണെങ്കിൽ മുറിയുന്നുണ്ട്. വാ നിന്നെ വീട്ടിൽ ഞാൻ കൊണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്കിന് ഇല്ല നീ ഒരു കീ മേടിക്കാനല്ല വന്നത്, നീ അത് വാങ്ങിച്ച് നിന്റെ ക്ലബിലോട്ട് പോയിക്കോ, ഞാൻ വീട്ടിൽ പോയിക്കോളെന്ന് പറയുമ്പോൾ അന്നൊരു കാര്യം ചെയ്യും, ഈ മുറിവിന് ഫസ്റ്റ് എയ്ഡെങ്കിലും ചെയ്യാം, നമ്മുടെ ക്ലബിലുണ്ട് വാന്നും പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. ഇവർ രണ്ടുപേരും വരുന്ന കണ്ടത് കെന്നും ഞാനും ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. എന്നിട്ട് ഇവളെ അവിടെ പിടിച്ചിരുത്തിയിട്ട് നല്ലൊരു കപ്പിലാണെങ്കിൽ ടീ ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കിന് കപ്പൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ, എന്താ ഈ മാറ്റത്തിന് കാരണം എന്നാണ് ചോദിക്കുമ്പോൾ അവനവിടെ വന്നിട്ട് നീ വിചാരിക്കുന്ന പോലെ ഞാനും ലീയും എന്നാണീ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് അതിനെപ്പറ്റിയൊന്നും എനിക്കറിയണ്ട, നീ എനിക്ക് ആദ്യം മുറിവിന് ഫസ്റ്റ് എയ്ഡ് ചെയ്യും. ശരി അത് പോട്ടെ, നിനക്ക് എന്താ ഇപ്പോൾ ഒരു ജോലിയല്ല അത്യാവശ്യം, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ നടക്കുന്ന, ഒരു കാര്യം ചെയ്യും എൻ്റെ ഈ ക്ലബ്ബിൽ നീ ഇനി മുതൽ ജോലി ചെയ്തോ എന്നാണ് പറയും. അപ്പം ഇവളെ ഇവിടെ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ ക്ലബ്ബ് തന്നെ ഇപ്പം മാറ്റിയേക്കുന്നത് കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ ഏതൊരു കാറ് വന്ന് നിന്ന് ഹോൺ അടിക്കുക കേട്ടോ. ഈ ശബ്ദം കേട്ടത് നീ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തോട്ട് പോകുക കേട്ടോ. ആ ടൈമിൽ ഇവളാണെങ്കിൽ മൊത്തം അവിടെ ചുറ്റിക്കറങ്ങി നോക്കുക കേട്ടോ. അവനായിട്ട് റൂം ഉണ്ടാവുക, അവിടെ പോയി നോക്കുമ്പോഴത്തേക്കിന് എന്തൊക്കെയോ മരുന്ന് കാണുക. ഇതെന്ത് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അത് ഡിപ്രഷന് കഴിക്കുന്ന ഗുളിക എന്നറിയുന്നത്. ഇവന് ഡിപ്രഷൻ ഉണ്ടോ, ഇവൻ എന്താ അത്ര മാത്രം പ്രശ്നം എന്നൊക്കെയാണെങ്കിൽ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഹീറോ കാണാൻ വേണ്ടി വന്നേക്കുന്നത് ആ ജിയാങ്ങിന്റെ അസിസ്റ്റന്റ് ആയിരിക്കും. എൻ്റെ ബോസ് നിങ്ങൾ കാണാനെന്ന് പറയുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് സോറി എനിക്ക് വരാനൊന്നും താല്പര്യമില്ല, എന്നെ വിട്ടേര്
വരും എന്നാണ് പറയുമ്പോൾ എന്ത് പറയാനുണ്ടെങ്കിൽ എൻ്റെ ബോസിനോട് ഇന്ന് പറഞ്ഞേര് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നിട്ട് അവനാണെങ്കിൽ അകത്തോട്ട് കയറി വരും. മിയോ നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് കെന്നി വരും കേട്ടോ, അവൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടോളൂ, ഇവിടെ തന്നെ ഇരിക്കും, എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ജിയാങ്ങിനെ കാണാൻ പോകുന്നുള്ള കാര്യം ഹീറോയിന് നന്നായിട്ട് മനസ്സിലായിട്ട് നേരത്തെ ഒരു കൂട്ടുകാരി പെണ്ണിനെ കണ്ടില്ലായിരുന്നോ, അവളെ വിളിച്ചിട്ട് എടി നീ ജിയാങ്ങിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നേ, അയാൾ വരെ ആർക്കും ജോലി കൊടുക്കുന്നില്ല നീ പറഞ്ഞേ, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമായിരുന്നു, അതുകൊണ്ട് അയാളെ എവിടെ മീറ്റ് ചെയ്യാം എന്നാണെങ്കിൽ ചോദിക്കും. ഹീറോ ആണെങ്കിൽ എന്നിട്ട് ആ ജിയാങ്ങിനെ കാണാൻ വേണ്ടി വന്നേക്കും കേട്ടോ. അതേ സ്ഥലത്തോട്ടാണെങ്കിൽ ഹീറോയിനും പാഞ്ഞു വരുവാണ്. പക്ഷെ അവൾ അകത്തോട്ട് കയറ്റി വിടുന്നില്ല, അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ കയറ്റി വിടില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കുറെ ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നത് ആ സെക്യൂരിറ്റി അങ്ങോട്ട് പോവാട്ടോ. ഈ തക്കം നോക്കി അയാൾ കാണാതെ അവളാണെങ്കിൽ അകത്തോട്ടും കയറിപ്പോവും. എന്നിട്ട് ഒരിടത്ത് ഒളിച്ചു നിന്നിട്ട് അവിടെ ആരൊക്കെയാ സംസാരിക്കുന്നതെന്നുള്ള ഫോട്ടോസൊക്കെ ആണെങ്കിൽ എടുത്തു വെക്കും. ആ കൂട്ടത്തിലാണെങ്കിൽ ചിഹ്നം ഉണ്ടാവുകയെ. ഇവനെ ആണെങ്കിൽ വീണ്ടും അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു മീറ്റിംഗ് തന്നെ വെച്ചേക്കുന്നത് കേട്ടോ. ഇവരതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മിയ കണ്ടത് അവർക്ക് നല്ല ദേഷ്യം വരും. ഈ ജിയാങ്ങും എനിക്ക് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് കള്ളം പറഞ്ഞാലേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെന്നിനെയാണെങ്കിൽ വിളിക്കും. എടാ നമ്മളെ പഴയ ഫാക്ടറിയിൽ അവിടെ വെച്ച് എനിക്കൊരു അപകടം പറ്റി, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്നാണെങ്കിൽ പറഞ്ഞത്. അവർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ ഇരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് എനിക്കൊരു ഫാമിലി മാറ്റർ ഞാൻ പോവാന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഓടിപ്പിടിച്ച് അവളുടെ അടുത്തോട്ട് വരും കേട്ടോ. നീ എന്തിനാ ഈ നൈറ്റ് ഇങ്ങോട്ടേക്കൊക്കെ വന്നേ, എന്താ നിനക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് നോക്കുമ്പോഴത്തേക്കിനെ എനിക്കൊന്നും പറ്റിയില്ല, നീ എനിക്ക് 2 കമ്മൽ വാങ്ങിച്ചു തന്നില്ലായിരുന്നു, അത് ഇവിടെ എങ്ങാണ്ട് കളഞ്ഞു പോയി, ഒന്ന് തപ്പി തരുമെന്ന് നോക്കുമ്പോഴത്തേക്കിനോ അതിനായിരുന്നു നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി, ഞാൻ വരെ പേടിച്ചു പോയി, കമ്മലല്ല ഞാൻ വേറെ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ നിനക്ക് തപ്പി തരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിനോ ഇവളെ കൊണ്ടൊന്നും പറഞ്ഞിട്ട് അന്ന് നീ ഇവിടെ നിൽക്കുന്ന ഈ കൊടയും പിടിക്കുന്നവരായിട്ട് അവൻ ആ ഇരുട്ടത്ത് കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക. അവളുടെ കയ്യിൽ തന്നെ കമ്മൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെൻ ഇതാ കമ്മൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞ് കാണിക്കുമ്പോൾ മിയോ നിനക്ക് എന്താ പ്രശ്നം, എന്നെ എന്തിനിങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്. അവളാണെങ്കിൽ എന്നിട്ട് അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരികയും ചെയ്യും. ചെൻ എനിക്ക് ഭയങ്കര ഷോൾഡർ വേദന, ഇതൊന്നും വെച്ച് തരുമെന്ന് നോക്കുമ്പോഴത്തേക്കിനോ അവനും വെച്ച് കൊടുത്തിട്ട് ഇത് നോക്കിക്കോ മിയോ, നിനക്ക് എന്നെ കാണുന്നത് എന്നെ ഭയങ്കര ദേഷ്യാന്നൊക്കെ എനിക്കറിയാം, എന്നാലും നീ നിന്നെ തന്നെ വേദനിപ്പിക്കരുത് എന്നൊക്കെയാണെങ്കിൽ അവൻ പറയും കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ആ ഗെയിമിംഗ് സെന്ററിൽ പോയി കിടക്കും. അവന് നല്ല പനി ഉണ്ടാവും. കെന്നായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താടാ മിയോ നിന്നെ പിടിച്ച് മഴയത്ത് നിർത്തി, അതാണ് നിനക്ക് പെട്ടെന്ന് പനി വന്നെന്ന് നോക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. അപ്പൊ ശരിക്കും അവള് നിന്നെ മഴയത്ത് നനച്ച, ഇങ്ങനെയൊക്കെ അവള് ചെയ്യേണ്ടതിന്റെ ഒരേ ഒരു റീസൺ എനിക്ക് തോന്നുന്നു നീയും ഇപ്പൊ കപ്പിൾസാന്ന് പറഞ്ഞിട്ട് അതിന്റെ ജലസ് കാരണമാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്, അല്ലാതെ ഒരു ചാൻസും ഇല്ല എന്നൊക്കെ പറഞ്ഞാല് അവനൊന്നും മിണ്ടാതെ കിടന്നുറങ്ങാട്ടോ. ശരി നീ ഇവിടെ കിടക്കുക, എന്നാൽ പുളിക്കൊക്കെ കഴിച്ചില്ല, ഇവിടെ ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിച്ചു വരുത്തിയേക്കുക. എന്താടെ പതിവില്ലാതെ എന്നെ വിളിച്ചേക്കുന്ന, പഴയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് പുതുക്കാനാണോ നോക്കുമ്പോഴത്തേക്കിന് അല്ല എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാട്ടോ. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനായിട്ട് ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് ഞാൻ അവളെ കാണുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്നായി, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതുപോലെയാണ് ഇപ്പം നമ്മുടെ ഹീറോൻ്റെ കാര്യം. അവൻ്റെ ലൈഫിൽ ഇപ്പോൾ പുതിയൊരു പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് വെറുതെ നീ അവരുടെ ഇടയിൽ കയറണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് അവിടേക്കാണെങ്കിൽ ലീവ് വരും കേട്ടോ. ടൂലി നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അപ്പത്തേക്കിന് ഹീറോയിനാണ് എഴുതിച്ചിട്ട് കെൻ ഇവളും അവന് സെറ്റ് എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാട്ടോ, അതുകൊണ്ട് ഇത് പറയുന്ന ചുറ്റി വലിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ വെറും വേസ്റ്റ് ആയിപ്പോയി. ഇപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൈയും പിടിച്ച് പോകുമ്പോഴത്തേക്കിനും കെന്നാകപ്പാട് ഷോക്കായിട്ട് ചിന്നിനെ വിളിച്ച് പറയും, അതെ നിന്റെ സഹോദരിയും ഇപ്പം അത് നിന്റെ ഗേൾ ഫ്രണ്ടും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ കയ്യും കോർത്ത് ഇപ്പോൾ ഷോപ്പിങ്ങിനാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്, എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എന്നാണെങ്കിൽ ചോദിക്കും കേട്ടോ. സോറി കേട്ടോ, ഞാനന്ന് വീട്ടിൽ വന്ന് ചുമ്മാ നീ അവൻ്റെ സഹോദരിയാണെന്നറിയാതെ നിന്നോട് പെരുമാറി, അതിനുള്ള സോറി സിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കിന് സിസ്റ്റർ ഒന്നും വിളിക്കണ്ടേ, എന്നെ മിയോ തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ലീ ആണെങ്കിൽ ഇന്ന് നമുക്ക് രണ്ടുപേർക്ക് ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാം, നീ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചോ, ഞാൻ പേ ചെയ്തോളെന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് വരുക കേട്ടോ. നിങ്ങൾ രണ്ടുപേരും സാധാരണ ഷോപ്പിങ്ങിന് വരുമ്പോൾ ചെന്നാണ് പേ ചെയ്യാറെന്ന് നോക്കുമ്പോൾ ഞങ്ങളങ്ങനെ ഷോപ്പിങ്ങിനൊന്നും വരാറില്ല, ഞാനും ഭയങ്കര ബിസിയാണ് അവനും ബിസി ആയതുകൊണ്ടെന്ന് പറയും. ഇത് നോക്കിക്കേ, ഇത് നീ ഇട്ട പോലത്തെ ഡ്രസ്സാണ്, നിനക്ക് നന്നായിട്ട് ചേരും, ഇത് തന്നെ നീ എടുത്തോന്ന് പറയുമ്പോഴത്തേക്കിന് അവള് നോക്കിയിട്ട് ഇത് നല്ല ഡ്രസ്സാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, സാരല്ല ഇന്ന് നിന്റെ ചിലവല്ലേ, സമ്പാദിക്കാൻ അറിയുന്നവർക്ക് ചിലവാക്കാനും അറിയണ്ടേ എന്നും പറഞ്ഞ് പോകുമ്പോഴത്തേക്കിന് ലീൻ്റെ മുഖം ഒരുമാതിരി ആവുക കേട്ടോ. കാരണം ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവള് കഷ്ടപ്പെടുന്നത് അവൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അവളല്ലേ കൊടുക്കണ്ടേ, അതാലോചിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കറങ്ങി നടക്കുന്ന കാര്യം ചെന്നിടാറിനല്ലോ, അതുകൊണ്ട് എങ്ങനെയൊക്കെ ഓടിപ്പോയി അവിടേക്ക് എത്താനാണ് നോക്കുന്നേ.
ഇവർ രണ്ടുപേരാണെങ്കിൽ പുറത്തോട്ട് വരും കേട്ടോ. ഇവക്കാണെങ്കിൽ എന്തോ ഡ്രിങ്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അറിയാതെ മേത്തൊഴിച്ചു പോവുക. ഓ സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ടാ അവൾ അതൊക്കെ ആണെങ്കിൽ തുടച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് ഇവളുടെ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന ഇവളുടെ ഒരു അസിസ്റ്റന്റ് പെണ്ണും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെങ്കുച്ചും ആണെങ്കിൽ ഇത് കാണുക കേട്ടോ. അയ്യോ നമ്മുടെ ബോസിനെ ആ പെണ്ണ് അടിമയാക്കിയെന്ന് തോന്നുന്നു, കണ്ടില്ലേ നമ്മുടെ ബോസിനെ ബുള്ളി ചെയ്യുന്നത്, നമുക്ക് കാണിച്ചു കൊടുക്കണം അവളെ എന്നൊക്കെ പറഞ്ഞിട്ട് മിയോൻ എന്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പത്തേക്കിനും ഇവിടെ ലീ ആണെങ്കിൽ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ടിഷ്യൂ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് മാറിയ ഗ്യാപ്പിൽ ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹീറോയിനെ ബുള്ളി ചെയ്യാട്ടോ. നീ എന്തിനാണ് ചെന്നിന്റെ കൂടെ നടക്കുന്നത്, അതെന്റെ മാമിന്റെ ബോയ് ഫ്രണ്ട് ആണ്, നീ എന്തിനാ അവരെ ബുള്ളി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ ഞെട്ടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചെന്ന അവിടേക്ക് വരും കേട്ടോ. എന്നിട്ട് വന്നത് നമ്മുടെ ലീനയാണെങ്കിൽ വിളിക്കുന്നുണ്ട്. നീ ഇപ്പൊ എവിടെയാന്ന് നോക്കുമ്പോൾ ഷോപ്പിലാന്ന് പറയും. അവളവിടെ നിൽക്കുന്ന കണ്ടിട്ട് തന്നെയാണ് ഇവൻ വിളിച്ചത് കേട്ടോ. എന്നിട്ട് നേരെ ഇവളുമാരുടെ അടുത്തോട്ട് വരും. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചോണ്ട്, അയ്യോ അച്ഛൻ നിങ്ങളോ, ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നേ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിങ്ങനെ ലീ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഇവളന്മാരെന്തോ നമ്മുടെ ഹീറോയിനെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് നമ്മുടെ ചെന്നിന്റെ സിസ്റ്ററാണ്, സോറി ചോദിക്കുന്നു പറഞ്ഞിട്ട് അവർ സോറിയൊക്കെ ചോദിക്കും. ഷോപ്പിലാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെയല്ലേ നിൽക്കുന്നത്, എന്തിനാ എന്നോട് കള്ളം പറഞ്ഞു നോക്കുമ്പോൾ അവളൊന്നും മിണ്ടാതിരിക്കാട്ടോ. രണ്ടും മിണ്ടാതിരിക്കുന്ന വേണ്ടിയിട്ട് അവനിങ്ങനെ നോക്കി പേടിപ്പിക്കും. ഞാൻ കാറി പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ നൈസായിട്ട് കാറി പോയി ഇരിക്കട്ടോ. എന്നിട്ട് ഇവരെല്ലാം ഒരുമിച്ച് പോകുമ്പോഴത്തേക്കിനാ അത് പിന്നെ അന്ന് വീട്ടിൽ ചെന്നിട്ട് ഇവളോട് ഞാൻ ചുമ്മാ സിസ്റ്ററാന്നറിയാതെ സംസാരിച്ചില്ല, അതുകൊണ്ട് ഇവളെയും കൂട്ടിക്കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് വന്ന് സോറി പറയുന്ന വിധം. നിങ്ങൾ രണ്ടുപേരും എപ്പോൾ മുതൽ ഒന്നായിട്ട് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി നിൽക്കുമ്പോൾ അയ്യോ ഞാൻ ഇന്ന് അവളെ ഷോപ്പിങ്ങിന് വിളിച്ചതേ ഉള്ളൂ, അല്ലാതെ ഞങ്ങളെപ്പോഴും കറങ്ങിയൊന്നും നടക്കുന്നില്ല എന്നാണ് ഈ പറയുമ്പോൾ ചെന്നാണെങ്കിൽ ഒന്ന് ചുമയ്ക്കും. എന്താ നിനക്ക് പറ്റിയെന്ന് നിൽക്കും, പനിയാന്ന് പറഞ്ഞത്, ഇന്ന് ടാബ്ലറ്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ അവൾ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് ചെന്നാണെങ്കിൽ മിയോനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേറെ കുറെ ആൾക്കാരുമായിട്ട് കാണിക്കുന്നത് അവന്മാരവിടെ സംസാരിക്കുന്നത് വെച്ചാൽ ഹവായി സിറ്റിയിൽ നമ്മളെ കമ്പനിക്കാർ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കുന്ന ഒരു കുഗ്രാമത്തിലോട്ടാണല്ലോ, ഇവിടെയാണെങ്കിൽ ഒരു AC പോലും ഇല്ല, ഫുള്ള് പൊടിയും എന്നൊക്കെയാണെങ്കിൽ ഏതോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സംസാരിക്കുന്നു കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ അവൾ വീടിൻ്റെ അവിടെ കൊണ്ടുവിടും. എന്നിട്ട് അവളോട് പറയും, നിനക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ രണ്ടുപേരും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിക്കാണ്, ആ ലിമിറ്റ് നീ കടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാനതിനിപ്പോൾ എന്ത് തെറ്റാ ചെയ്തേ, മിയൻ്റെ അടുത്ത് നീ അധികം ഇനി സംസാരിക്കാതെ പിഴകൊന്നും വേണ്ട എന്നാണെങ്കിൽ പറഞ്ഞിട്ട് അവൻ നേരെ വീട്ടിലോട്ട് പോകാണ്ട് നിൽക്കുമ്പോഴത്തേക്കിനി ഇവിടെ അവിടെ തന്നെ നിൽപ്പുണ്ടാവും. കണ്ടൊന്ന് പേടിച്ച് പോവാട്ടോ. ഇനി നിന്നെ ലീ ശല്യപ്പെടുത്തൊന്നുമില്ല, ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറയും. ഓ നിനക്കിപ്പോൾ എന്നോട് ഭയങ്കര കെയറിങ് ഒക്കെയാണല്ലോ, എന്താ വീണ്ടും എന്നെ പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ എന്നാണെങ്കിൽ ചോദിച്ച് കളിയാക്കിയിട്ട് പോയത്. അവനാണെങ്കിൽ ടെൻഷൻ ആവും കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചൊരു കുട കാണും കേട്ടോ. അതാ ജയാങ്ങിൻ്റെ ഒക്കെ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതായിരിക്കും. ഇതവൻ ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇപ്പം ജയാങ്ങിൻ്റെ അടുത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് പറയാണ്, ഹവായി സിറ്റിയിൽ നിന്നാണെങ്കിൽ ഒരു ടീമാണെങ്കിൽ വന്നിട്ടുണ്ട് ഓഡിറ്റിങ്ങിൻ്റെ വേണ്ടിയിട്ട്, നമ്മുടെ ഓയാൻ കമ്പനീനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നേക്കുന്നത്. ഈ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അങ്ങനെയാണോ, അന്ന് ആ ടീമിനെ നീ ഒന്ന് ശ്രദ്ധിച്ചേക്ക് എന്നാണേ പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോൻ്റെ ഗെയിമിംഗ് സെൻറ്റർ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഓപ്പൺ ചെയ്യുക കേട്ടോ. കുറേ പാരൻസ് കുട്ടികളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ ഗെയിമിംഗ് സെൻറ്റർ ഒന്ന് അടിപൊളിയായേ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് ചെന്ന അവൻ്റെ ഓഫീസ് റൂമൊക്കെ റെഡിയാക്കി കേട്ടോ. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്, നീ അവളുടെ കൂടെ കൂടി അവൾ നിന്നെ എന്തോ ചെയ്തു എന്ന് തോന്നുന്നത്, അത് നിൻ്റെ സ്വഭാവത്തിലൊക്കെ ഇത്ര മാറ്റം. എടാ ഞാനൊരു ഓഫീസ് റൂം റെഡിയാക്കി അതിനാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ ആണെങ്കിൽ ഒരു കാർ വന്ന് നിൽക്കുക കേട്ടോ. അത് ജയാങ്ങിൻ്റെ ആണെന്ന് മനസ്സിലാക്കിയത് എന്നാണെങ്കിൽ നീ ഇപ്പോഴാ ജയാങ്ങിൻ്റെ കൂടെയൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം അവനൊരു കാര്യം ആലോചിച്ച് നോക്കാട്ടോ. അന്നത്തെ ആ മീറ്റിങ്ങിൽ ശരിക്കും ആ ജിയാങ്ങും പിന്നെ അവൻ്റെ കൂടെ ഉള്ള ഇപ്പോഴത്തെ പാർട്ട്ണർ ജിന്നും തമ്മിലുള്ള എന്തോ ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോനെ കൊണ്ടുവന്നത് കേട്ടോ, അവരെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനവൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഹീറോയിൻ വിളിച്ച് വരുത്തിയത്. അപ്പം അവൻ അതിനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഞാൻ വിളിക്കുക കേട്ടോ, ഞാനിപ്പം മിയോനെ ആണെങ്കിൽ ഈ ON കമ്പനിയിലാണെങ്കിൽ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആ ജിയാങ്ങിന്റെ ആ ON കമ്പനിയാണ് കാണിക്കുന്നത്. ആ ഓഡിറ്റിംഗ് ടീമില്ലേ നേരത്തെ വരെ ഒരു സീനിൽ കാണിച്ച ആ ടീമാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇപ്പൊ ഈ കമ്പനിയുടെ എല്ലാം നോക്കി നടത്താൻ വേണ്ടി പോകുന്നത് ഈ ഓഡിറ്റിംഗ് ടീമായിരിക്കും. ഇപ്പൊ ആ കമ്പനിയിലെല്ലാം ഏറ്റെടുത്ത് നടക്കുന്ന ഒരുത്തരുണ്ട്, ദേഹം എന്നാണ് അവന്റെ പേര് കേട്ടോ. അവനാണെങ്കിൽ പറയും, അയ്യോ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങ് വന്നില്ല, അതുകൊണ്ട് ഓഫീസ് റൂം ഒന്ന് റെഡിയാക്കാൻ പറ്റാതിരുന്നത്, എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി തരാമെന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഓഡിറ്റിംഗ് ടീമിലുള്ള ഒരു ചെറുക്കനാണെങ്കിൽ നമ്മൾ 2 വീക്ക് മുമ്പ് ഒരു മെയിൽ അയച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്നു പറഞ്ഞുണ്ട്. എന്നിട്ട് ഇയാൾ എന്താ അറിയാത്ത പോലെ പെരുമാറുന്നത് എന്നാടി ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ ON കമ്പനിയുടെ കൊറിയൻ സെന്ററിലോട്ടാണെങ്കിൽ ഹീറോ വന്നേക്കും കേട്ടോ. ഹീറോയിൻ ശരിക്കും ഇവിടെയാണ് വന്നേക്കുന്നത് എന്തൊക്കെയോ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ അങ്ങോട്ട് വരും, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ജോലി അന്വേഷിച്ച് വന്ന ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്കൊരു ജോലി കിട്ടുകയും ചെയ്തു.
ഓ ജോലി കിട്ടി എന്തായാലും നല്ല കാര്യം എന്നാണ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവൻ എന്തോ ഒരു വയ്യായ്ക കാടോ കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയായിരിക്കും. നിനക്ക് വയ്യ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് ഒരു കാറ് കയറ്റിയിരുത്തി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനോ എനിക്ക് വയ്യാന്നറിഞ്ഞത് ഏതെങ്കിലും കാറിൽ തന്നെ കയറ്റി കൊണ്ടുപോവാണോ നീ? ഇത് ആരുടെയോ കാറല്ല, കമ്പനിക്കാരെ എനിക്ക് തന്ന കാറാന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണ്ട നമുക്ക് വീട്ടിൽ പോവാന്ന് പറയും കേട്ടോ. എന്നിട്ട് അവനൊന്ന് കണ്ണടിച്ചത് അവന്റെ സ്വപ്നത്തിലാണെങ്കിൽ ഇവനെവിടെ ഇരിക്കുന്നതായിട്ട് ആരൊക്കെ അടിക്കുന്നതൊക്കെ ആയിട്ട് കാണും കേട്ടോ. ഇത് കണ്ട് ഞെട്ടി അവൻ എണീക്കും. ഓ നീ എണീച്ചോ, ഇനി വീട്ടിനകത്ത് പോകാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോവാ കേട്ടോ. നമുക്ക് പനി എത്ര ഉണ്ടെന്ന് നോക്കാന്നും പറഞ്ഞിട്ട് തെർമോമീറ്റർ ആണെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കിന് അവൻ പെട്ടെന്ന് ആ ഡ്രോ ആണെങ്കിൽ അടയ്ക്കും കേട്ടോ. കാരണം അവൻ്റെ ആ ഡിപ്രഷൻ അടിക്കുന്ന മെഡിസിൻ അവിടെ ഉണ്ടാവും കേട്ടോ. അവളാണെങ്കിൽ ഇന്നലെ ഞാൻ നിന്നെ മഴയത്ത് വിളിച്ച് വരുത്തിയില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ പനിയൊന്നും വരത്തില്ലായിരുന്നല്ലോ, സോറി എന്ന് പറഞ്ഞിട്ട് അവനെ കടത്തിയിട്ട് നനഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ വെക്കും കേട്ടോ. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല മിയോ, ഇതൊന്നും വേണ്ട, എത്ര സമയം ഇത് വെച്ചോണ്ടിരിക്കണം എന്ന് നോക്കിയാൽ 3 മിനിറ്റ് എന്ന് പറയും. 3 മിനിറ്റ് എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ പനിയൊക്കെ പോയി എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് അവിടെ കടന്നോളാൻ പറയും. അല്ല ജോലിയൊക്കെ എങ്ങനെയുണ്ട്, നിനക്ക് സെറ്റായോ എന്ന് നോക്കും. ആ ജോലിയൊക്കെ നല്ലതാണ്, നല്ല സാലറിയും കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഓ അതെല്ലേ, ഹവായി സിറ്റിയിലൊക്കെ പഠിച്ച നീ ഒരിക്കലും ഒരു ഗെയിമിംഗ് സെൻറ്ററിലൊന്നും വന്ന് ജോലി ചെയ്യില്ലായിരിക്കല്ലേ എന്നാണ് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു? എൻ്റെ ആഗ്രഹം തന്നെ അതായിരുന്നു, നമ്മൾ രണ്ടും ഒരുമിച്ച് ആ ഗെയിമിംഗ് സെൻറ്ററിൽ ഇരിക്കുന്നത്, എപ്പോഴും ഒരുമിച്ചായിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ എല്ലാം മാറിപ്പോയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ആ നനഞ്ഞ തുണിയാണെങ്കിൽ എടുത്ത് കഴുകാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് വന്ന് ഹഗ് ചെയ്യാട്ടോ. അങ്ങനെ കുറച്ച് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നേരെ ആ ഓഡിറ്റിംഗ് നടക്കുന്ന ഓയിൽ കമ്പനി ഇല്ലേ അവിടേക്കാണെങ്കിൽ കയറി വരും കേട്ടോ. എന്നിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞ അയാളുടെ അടുത്ത് ഞാനാണ് ഈ ടീമിന്റെ ലീഡർ എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുക കേട്ടോ. അപ്പൊ അവൾ ഈ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ അവളുടെ ടീമിന്റെ ആൾക്കാരുടെ കൂടെ എല്ലാം പരിശോധിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഹീറോ അങ്ങോട്ട് വരും. ഇത് എന്ത് കമ്പനിയാണ്, അവൾ ഇവിടെയാണോ ജോലി ചെയ്യുന്നത് എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് മിയോനെ കൈ കാണിച്ചതും അവൾ അങ്ങോട്ട് വരും കേട്ടോ. ഈ തിങ്സ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് വീണ്ടും ഈ ഓഫീസിലോട്ട് വരണമെന്നും പറഞ്ഞിട്ട് അവൾ കാറി കയറി ഇരിക്കുമ്പോഴത്തേക്കിന് അവളുടെ ഷൂസ് എന്തോ ടൈറ്റാന്ന് തോന്നട്ടോ. ഇത് ആലോചിച്ച് അവനാണെങ്കിൽ നേരെ കാറി കയറി നിന്നിട്ട് നീ എന്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഇതിനൊരു സൗകര്യം ഇല്ലല്ലോ, ഇതൊക്കെ ഓഫീസാണ്, ഇതൊക്കെ ആലോചിച്ചിട്ട് വേണ്ട ഒരു കമ്പനി കയറാൻ നോക്കുമ്പോഴത്തേക്കിന് അതെ ഞങ്ങളുടെ കമ്പനിക്കാർ ഞങ്ങൾക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കുന്നത്, ഞങ്ങൾക്കുള്ള വേറെ റൂം സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ അവർ ആക്കുന്നുണ്ട്, ഇപ്പം നമുക്ക് പോയാലോ എന്ന് നോക്കുമ്പോൾ അവന് നേരെ അവളെയാണെങ്കിൽ ഷൂസ് വാങ്ങാൻ വേണ്ടി കൊണ്ടുവരും കേട്ടോ. നിന്റെ ഷൂസ് ഭയങ്കര ടൈറ്റാണ്, അതുപോലെ തന്നെ ചെളിയൊക്കെ ആയതല്ലേ, അതുകൊണ്ട് പുതിയത് വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ച് എന്നാണ് പറയുമ്പോഴത്തേക്കിനോ അവളും താങ്ക്സ് എന്ന് പറയും. നല്ല ട്രെൻഡിങ്ങിലുള്ള സംഭവങ്ങൾ കാണിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു ഷൂസ് ആണെങ്കിൽ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് വരെ ഈ ഷൂസെല്ലാം ഇട്ടേക്കുന്നത്, ഇതിൻ്റെ ലേഡീസിൻ്റെ ആണിത്. അവളുടെ മാം ഇതിലാണെങ്കിൽ രണ്ടുപേരും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആയിരിക്കും, ഇത് നന്നായിട്ട് ചേരുന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് അവൾ നോക്കി ചിരിക്കുക കേട്ടോ. അതോടെ എപ്പിസോഡ് ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് എത്ര വിടുതരാം. അതുവരെ ബൈ ബൈ.